നമ്മളെ കുട്ടികൾക്കൊക്കെ ഇനിയുണ്ടും വെച്ച് ചോദിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല കേട്ടോ. നല്ല രസമാണ്. എന്നാലും നമ്മളിത് കടയിൽ പോയിക്കാണ്ട് വേറെ കസ്റ്റാർഡ് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിക്ക് നമ്മൾ വാങ്ങണില്ല കേട്ടോ. ഇതിക്ക് നോക്കിയാണീ കാര്യമായിട്ട് ഇപ്പം നമുക്ക് കുറച്ച് പാല് വേണം. അപ്പൊ പാല് നോക്കി ഞാൻ കാച്ച പാലാണ് എടുത്തുക്കണത്. പിന്നെ കാച്ച പാലന്നെ എടുക്കണം എന്നില്ല, കാച്ചാത്ത പാലെടുത്തോളി, അതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഈ മഞ്ഞക്കട്ടൊക്കെ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പാല് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഏതായാലും കാച്ചണ പാലിപ്പോൾ എന്താ ഒരു മഞ്ഞക്കട്ടാന്ന് വിചാരിക്കണ്ട വിചാരിച്ചാണ് കേട്ടോ. ആ മഞ്ഞക്കട്ട ഇയാളെ നല്ല കട്ടിയുള്ള പാലാവുമ്പോൾ ആ ഒരു പാല് കാച്ച നല്ല നെയ്യുണ്ടാവും, അതാണ് കേട്ടോ. അപ്പൊ കട്ടിയുള്ള പാല് ഒരു ഏകദേശം 2 ഗ്ലാസ് പാലുണ്ട്. അതിക്ക് ഞാൻ നല്ലൊരു വല്യാപ്പ ഗ്ലാസ് പച്ചവെള്ളം കൂടിയാണ് പാർന്നു കൊടുത്തുകൊണ്ട് നല്ലോണം നിങ്ങളുടെ തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പെരിയിലുള്ള പത്തിരി ചുടാൻ വേണ്ടി പൊടിച്ച പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ്, അല്ല ഇനിയിപ്പോൾ നിങ്ങളെ പാല് കുറച്ചൊരു കട്ടി കുറഞ്ഞ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിക്കിപ്പോൾ നമ്മൾ വെള്ളം കൂടി പാരുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ അരിപ്പൊടി കണ്ടെടുത്തോളിട്ടാ. അരിപ്പൊടി കണ്ടെടുത്തുകാണ്ട് അതിക്ക് ഒരു ലേശം വെള്ളം പാർന്നാണ്ടതാ നല്ലോണം കണ്ട് ഇതേപോലെ കണ്ട് മിക്സ് ആക്കി എടുക്കണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ പറഞ്ഞ് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പൊടി കട്ട കുത്തി നമുക്കൊരു സുഖം കിട്ടൂല. അപ്പൊ ആദ്യം കുറച്ച് വെള്ളം പാർന്നാൽ എന്താ പറയുക വേഗം അങ്ങോട്ട് മിക്സ് ആയി കിട്ടും. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം വെച്ചാൽ ഇതേമാതിരി ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പൊ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ ഒരു കലക്കലും ലൂസാക്കലൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു പാല് നല്ലോണം തിളക്കാനായി തിളച്ചനും ഇങ്ങോട്ട് വരും. കാരണം എന്താ വെച്ചാല് പാല് തീ വെച്ചിട്ട് നിങ്ങൾ അരിപ്പൊടി എടുക്കാനും അതേപോലെ വെള്ളം പാരാനും ഇളക്കാനൊക്കെ നിന്നോളിട്ടോ. എന്നാ പിന്നെ ആ ഒരു അരിപ്പൊടി നമ്മൾ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേന് ഇതുപോലെ പാല് നല്ലോണം ഇങ്ങനെ തിളച്ച് വരും. അപ്പൊ ആ ഒരു തിളച്ച് വരുന്ന അധികാണ്ട് ആ അരിപ്പൊടി മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്താല് പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് കട്ടത്തേ ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ അരിപ്പൊടി കുറച്ച് ലൂസായിട്ടാണല്ലോ കലക്കിയണത്, അതുകൊണ്ട് തന്നെ വേഗം കട്ടത്തൊന്നുമില്ല, ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ ഇനി ഈ ഒരു അരിപ്പൊടിയും ഈ ഒരു പാലും എല്ലാം കൂടി നല്ലോണം നിങ്ങൾ തിളച്ച് വരട്ടെ. അപ്പൊ ഇതാ തിളച്ചിട്ടോ, തിളച്ചപ്പോ കുറച്ചൊന്നും തിളച്ചപ്പോ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇത് കുറച്ചേരം കൂടി ഇങ്ങനെ തീമൊക്കെ എടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നമുക്കൊരു തിക്കായിട്ട് വരും. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഇതിനൊക്കെ കുറച്ചൊരു മധുരം വേണമല്ലോ. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഒരു നേരെ മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതല്ല നല്ല കട്ട മധുരത്തിനാട്ടാ 1 ഗ്ലാസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലേശം ഒരു ഞാട്ടമാതിരി ഒരു 3/4 ഗ്ലാസ് ഒക്കെ എടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു അരന്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മധുരം വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പൊ ഇനിതാ ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ലേശം ഏലക്കായന്റെ പൊടി ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്ത പോലെ വാനില എസൻസ് ഒക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇതാ ഒരു തുള്ളി നോക്കി ഒറ്റ തുള്ളി കുറച്ചൊരു യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീഡിയോക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കളർ ചേർത്ത് കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാല് നമുക്ക് രക്തോട്ടത്തിനും വിഷാംശങ്ങളൊക്കെ പോവാനും എല്ലാത്തിനും നല്ല മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുത്താൽ മതി. പക്ഷെ നമുക്ക് ഈ ഒരു പാല് തീമക്കണ സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ, കളർ പോലെ അല്ലല്ലോ. അപ്പൊ പിന്നെ അതിലേക്ക് ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിക്കണേ. അപ്പൊ ഇതെല്ലാം കൂടി ഇതാ തിളച്ച് വന്നപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നിൽക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്നാൽ തന്നെ ഇനി നമ്മളിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ച് വരുമ്പോൾ ഏകദേശം നമ്മൾ ഒരു മക്കൾക്കൊക്കെ നമ്മൾ കുറുക്ക് റെഡിയാക്കി എടുക്കൂലേ, ചെറുതായിട്ടൊരു തിക്കായിട്ട് ആ ഒരു പരുവത്തിലാവട്ടോ. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആവേണ്ടത്. എങ്കിലേ നമുക്കിത് നല്ലൊരു ലൂസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏതായാലും കൊണ്ടുപോയിക്കാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് ഇറക്കി വെക്കാണ് കേട്ടോ. ഇറക്കി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നല്ലോണം ചൂടാറുമ്പോതാ ഈ ഒരു തിക്കില് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ കുറുക്കിന്റെ ഒക്കെ ആ ഒരു ഇതിൽ കിട്ടുന്ന അങ്ങനെ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചൂടാറണമെന്നുണ്ടെങ്കിൽ വലിയ തളികയിൽക്കൊക്കെ ഈ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചൂടാറി കിട്ടും. നമുക്ക് നോമ്പ് തുറക്കണേന്റെ കുറച്ചൊക്കെ മുമ്പാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇത് എന്ത് ചെയ്യാ ഒരു തളികയ്ക്ക് ഒഴിച്ചേക്കാം കേട്ടോ. എന്നിട്ട് ഫാൻ ഇട്ടാച്ചാൽ അത് വേഗം റെഡി ആവുകയും ചെയ്യും. എന്നാൽ പിന്നെ നമുക്കിത് റെഡി ആക്കിയിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിൽ തണുക്കാനൊക്കെ വെക്കണ്ടേ.
അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചെയ്തോളേണ്ടി. അപ്പോൾ ഇതാ ഞാൻ ഇതെടുത്ത് കാണി മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇത് 2 ബാച്ചാക്കിയിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. നല്ലോണം അടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ നല്ല തിക്കല്ലേ, ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇങ്ങനെ കോരിയിട്ടിക്കല്ലേ നിങ്ങൾ കണ്ടീനില്ലേ. പക്ഷെ അങ്ങനെ ആ ഒരു തിക്ക് ആയിട്ട് എടുത്ത് ചൂടാറുമ്പോൾ കിട്ടുമ്പോഴാണ് നമുക്ക് അടിച്ചെടുക്കുമ്പോൾ ദാ ഈ ഒരു ലൂസിൽ നമുക്ക് കിട്ടട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇതാ ഞാനിത് കുറച്ച് മുമ്പേ ഈ ഒരു ഇത് ചൂടാറാൻ വേണ്ടി വെച്ച സമയത്ത് കുറച്ച് പഞ്ചസാരൊക്കെ ചേർത്തിട്ട് ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കുറച്ച് ഞാനിത് ഈ പാത്രത്തിന് മിക്സിന്റെ ചാർക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പാത്രം നിറഞ്ഞിക്കണ്. അപ്പൊ ഈ ഒരു ഫ്രൂട്ട്സും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലോണം നിറഞ്ഞിങ്ങോട്ട് ഒഴിക്കും. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഇത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തേക്ക് ഒഴിച്ചെടുത്താല് ഞാൻ ഈ ചെയ്യണ മാതിരി മിക്സിന്റെ ജാർക്ക് പിന്നെ പാർന്ന് കൊടുക്കേണ്ട ആവശ്യം വരൂല കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മിക്സിന്റെ ജാർക്ക് ഒഴിച്ചെടുത്ത് ഇനിയിപ്പോ ഇതിലേക്ക് ഫ്രൂട്ട്സിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു 3 ഗ്ലാസോളം ഒഴിച്ച് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണ് ഉള്ളത് അത് മാത്രം ചേർത്തെടുത്താൽ മതി. ഇതിന് വെച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കൊണ്ടുവരികയൊന്നും വേണ്ട കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ പൊതുവെ ഒരു കഷ്ണം ബത്തക്കൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും പകലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ബത്തക്ക, കറുത്ത മുന്തിരി ഇതാ കുരുല്ലാത്ത മുന്തിരിയാണ്. നമ്മൾ ജ്യൂസ് എടുക്കണ മുന്തിരി ഒന്നും ഇതിനെടുക്കരുത് കേട്ടോ. അത് മുന്തിരി ഞാൻ 2 പച്ചയും കറുപ്പും ചെറുതായിട്ട് കട്ട് ചെയ്തിക്കണ്. പക്ഷെ കുറച്ച് കട്ട് ചെയ്യാത്ത വെച്ചും ചെയ്തു കേട്ടോ. നമുക്കതിനെ കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ആണ് ആ ഒരു കറുത്തതും പച്ചയും കട്ട് ചെയ്യാതെ വെച്ചത്. അപ്പോൾ കട്ട് ചെയ്ത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും കുറച്ച് പഞ്ചസാരയിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു പഞ്ചസാര ഈ ഒരു ഫ്രൂട്ട്സിനൊക്കെ മധുരം കൂടുതൽ കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഞാനിത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിക്ക് അവല് വറുത്തിട്ടില്ലേനെ, അവല് നമ്മള് ഈ ഒരു പാലൊക്കെ ഇങ്ങനെ കാച്ചി ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം വേഗം അവല് വറുക്കൊള്ളേണ്ടിട്ടോ. ഞാൻ മറന്നതാണ്. അപ്പൊ വേഗം റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ചൊരു പരന്ന ഒരു പാനിലിട്ട് കണ്ട് വറുത്തിക്കുകയാണ്. ഒരു കപ്പ് അവലാണ് കേട്ടോ വറുത്തത്. ഈ ഒരു അവല് നല്ലോണം വറുക്കണം. ഇതാണ് ഇതിന്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സമയം. ഈ അവല് നല്ല പൊരി അവലാക്കി എടുക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട, വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ ഇത് കഴിക്കണേ ആ ഒരു സമയത്ത് നമ്മൾ അവല് മിൽക്കൊക്കെ കഴിക്കൂല, അതേപോലെ ആ ഒരു ടൈമിൽ ഈ ഒരു നല്ല വറുത്ത അവലാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് മിക്സ് ആക്കിയിട്ട് നല്ലോണം തണുപ്പിക്കും വേണം കേട്ടോ. നമുക്ക് ഈ ഒരു മുന്തിരിയും ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഈ ഒരു സംഭവം നല്ലോണം തണുപ്പിച്ചിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു പൊരി അവലും കൂടെ മേലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ കുട്ടിയൊക്കെ കണ്ട് കൊടുത്താലുണ്ടല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് ഇട്ടത്. പലഹാരം എന്ന് പറയാൻ പറ്റൂല, ഒരു ഡ്രിങ്ക് എന്നും പറയാൻ പറ്റൂല. അത്രക്കും നല്ലൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ. ഇതിപ്പോ നോക്കിയാണെ ഏകദേശം ഒരു 5-8 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിക്സിന്റെ ജാറിലും ഉണ്ടല്ലോ ഒരു 2-3 ഗ്ലാസ്, ഏകദേശം ഒരു 10-11 ഗ്ലാസ് ഉണ്ടാവും. ഇതിനിപ്പോ എന്താ വലിയൊരു ചെലവൊന്നുമില്ല. കുറച്ച് മുന്തിരി, ഇനിയിപ്പോ എല്ലാ ഫ്രൂട്ട്സും വേണമെന്നില്ല, വെറും വത്തക്കാണ് പഴമാണ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. അതിൽ ആപ്പിളും കുറച്ച് ഓറഞ്ചുമാണ് കയ്യിൽ, അത് മാത്രം ചേർത്ത് കൊടുക്കുക. അത് മാത്രം ചേർത്ത് കൊടുക്കുന്ന ആവശ്യമുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായപ്പോൾ ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉറുമാമ്പഴമൊക്കെ നല്ല ഭംഗിയാണ് കാണാന്. പിന്നെ വലിയൊരു ചെലവില്ലല്ലോ. എന്താ ചെലവ്, ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്താൽ മതി. ഒരു ഗ്ലാസ് പാലും അതിക്കൊരു 4-5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്താൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറും തേങ്ങാപ്പാൽ മാത്രം പിഴിഞ്ഞുണ്ടാക്കിയിട്ട് ഇത് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഇതേ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് കഴിക്കാം. അപ്പൊ എന്താ വെച്ചാല് എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ഈ നോമ്പേറ്റ് പാലുണ്ടാവുന്നതാണ് വിശ്വസിക്കണേ. ഇല്ലാത്തോലുണ്ടെങ്കിൽ തേങ്ങ ചെറുകിയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കണമെന്നാണ്. ഞാൻ നാളെ ഉണ്ടാക്കി ഇതേപോലെ പാലില്ല, അപ്പൊ ഋതുവിനാണെങ്കിൽ ഇത് ഉണ്ടാക്കുക തന്നെ വേണം. ഒരു ഞായറാഴ്ച നമ്മളെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അധികം ഒരു ഇതാണല്ലോ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ തേങ്ങ പൊളിച്ചാണ് ചേരണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ടേനി. ഇത് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം തണുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇനി ഞാനിത് വീഡിയോക്ക് സമയം വേഗമാണ്, അതുകൊണ്ട് വേഗം എടുത്തതാണ്. ഇനി ഒന്നും കൂടി തണുപ്പിക്കുകയൊക്കെ വേണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മളെ കുട്ടികൾക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു സംഭവം ഇനി ഉണ്ടാവില്ല.
കാരണം ഋതുവിനൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടീന് കേട്ടോ, എന്താണ് ഇത് റവയും കുറച്ച് അവലൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയത് തേഞ്ഞിട്ടില്ല, അതന്നെ പറയാം, തീരെ തേഞ്ഞില്ല. ആ ഒരു മഗ്‌രിബിന്റെ സമയത്ത് എല്ലാവർക്കും ആണത്, നല്ല തണുപ്പ് ഇനി നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നും ഇതുണ്ടാക്കി. ഇത് അരിപ്പൊടി കൊണ്ടാകുമ്പോൾ നല്ലൊരു റവനേക്കാളൊന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും റവ കൊണ്ട് ഉണ്ടാക്കിയ റവൻ വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്, രണ്ടും ടേസ്റ്റ് തന്നെയാണ്. അസ്സലാമു അലൈക്കും.